ഇംഗ്ലീഷിലെ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആണ്. നോക്കി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെടുത്തി ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആണ്. എല്ലാവരും കഴിഞ്ഞ ക്വസ്റ്റ്യൻ വർക്കൗട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരിക്കും. നോക്കി ചോദ്യങ്ങളൊന്നും എന്നോടൊപ്പം ചെയ്തു നോക്കി. ഇതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് ഫോർ വാട്ട് വിച്ച് ഈസ് ഫിറ്റ് ടു ബി ഈറ്റൺ. ഇപ്പൊ ഫിറ്റ് ടു ബി ഈറ്റൺ എന്നതിന് ഉപയോഗിക്കുന്ന വൺ വേർഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഡിബിൾ ഓപ്ഷനിലുണ്ട്, ഈറ്റബിൾ ഓപ്ഷനിലുണ്ട്, കൺസ്യൂമബിൾ ഓപ്ഷനിലുണ്ട്, പാലറ്റബിൾ ഓപ്ഷൻ. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് എ ഓപ്ഷൻ ആയിട്ടുള്ള എഡിബിൾ ആണ് ഉത്തരമായിട്ട്. എ ഓപ്ഷൻ ആയിട്ടുള്ള എഡിബിൾ ആണ് ഉത്തരമായിട്ട്. ഇപ്പൊ കഴിക്കാൻ പാകത്തിലുള്ളത് എന്നാൽ അല്ലെങ്കിൽ ഫിറ്റ് ടു ബി ഈറ്റൺ മീനിങ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വൺ വേർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡിബിൾ ആണ്. അപ്പൊ ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട വാക്കുകളൊക്കെ നോക്കി വെക്കുക. കഴിഞ്ഞ ക്ലാസ്സിലും അല്ലെങ്കിൽ കഴിഞ്ഞ ഫസ്റ്റ് സ്റ്റേജിലും ഒരു പരീക്ഷയിൽ അല്ലെങ്കിൽ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു. ഓട്ടോബയോഗ്രഫി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ കില്ലിങ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ കില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വൺ വേർഡ് ഒക്കെ നോക്കി വെക്കുക. പാരന്റ്സിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് ഞാൻ റാൻഡം ആയിട്ട് പറയാം. കുറെ വൺ വേർഡ് റാൻഡം ആയിട്ട് പറയാം. പാരന്റ്സിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് പാരിസൈഡ് എന്ന് പറയും. ഇതെന്ന് പറയുന്നു പാരിസൈഡ് എന്ന് പറയും. അപ്പൊ കില്ലിങ്സ് ഒക്കെ നോക്കി വെക്കുക. പാരന്റ്സിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് പാരിസൈഡ് എന്നാണ് പറയുന്നത്. പാരന്റ്സ് പാരിസൈഡ്. ഇനി അല്ലെങ്കിൽ പാരന്റിസൈഡ് എന്നും പറയും. പാരന്റ്സിനെ കൊല്ലുന്നതിന് പാരിസൈഡ് അല്ലെങ്കിൽ എന്തെന്നും പറയാം പാരന്റിസൈഡ് എന്നും പറയും. പാരിസൈഡ് അല്ലെങ്കിൽ പാരന്റിസൈഡ് എന്നും പറയും. എന്നാൽ വൈഫിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് സോറിസൈഡ് എന്നാണ് പറയുന്നത്. വൈഫിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് സോറിസൈഡ്. UXORICID സോറിസൈഡ് എന്നാണ് പറയുന്നത്. വൈഫിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് സോറിസൈഡ് എന്നാണ് പറയുന്നത്. സോറിസൈഡ്. എന്നാൽ നമ്മുടെ ഇൻഫാന്റിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് ഇൻഫാന്റിസൈഡ്. കിങ് ആണെങ്കിൽ റെജിസൈഡ്. കിങ്ങിനെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് റെജിസൈഡ് എന്നാണ് പറയുന്നത്. കിങ്ങിനെ കൊല്ലുന്നതിന് പറയുന്ന പേര് റെജിസൈഡ്. ഇനി റിലേറ്റഡ് ടു വില്ലേജ് ഗ്രാമവുമായി ബന്ധപ്പെട്ട ആ കില്ലിങ്സിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയാൽ അമിസിസൈഡ് നമ്മൾ പഠിച്ചു. ഇനി മാട്രിസൈഡ്, പാട്രിസൈഡ് പിതാവ് പാരന്റ്സിനെ ഫാദറിനെ കൊല്ലുന്നു. അതേപോലെ മാട്രിസൈഡ് മദർ അമ്മേനെ കൊല്ലുന്നു. അപ്പൊ അതിനെയൊക്കെ പറയാം. വൺ വേർഡ് എല്ലാം നോക്കി വെക്കുക. ഇനി നോക്കിയേ വില്ലേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്ന പേര് വൺ വേർഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂറൽ എന്നാണ് പറയുന്നത്. വില്ലേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പറയുന്ന വൺ വേർഡ് ഏതാ? റൂറൽ എന്നാണ് പറയുന്നത്. റിലേറ്റഡ് ടു വില്ലേജ് ആണെങ്കിൽ റൂറൽ എന്നാണ് പറയുന്നത്. റിലേറ്റഡ് ടു വില്ലേജ് റൂറൽ എന്നാണ് പറയുന്നത്. എന്നാൽ ഷോർട്ട് സ്ലീപ്പിന് പറയുന്ന വൺ വേർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാപ്പ് എന്നാണ് പറയുന്നത്. ഷോർട്ട് സ്ലീപ്പിന് പറയുന്ന വൺ വേർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാപ്പ് എന്നാണ് പറയുന്നത്. ഷോർട്ട് സ്ലീപ്പിന് പറയുന്ന വൺ വേർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാപ്പ്. നാപ്പ് മീൻസ് ഷോർട്ട് സ്ലീപ്പ് എന്നാണ് അർത്ഥമാക്കി വരുന്നത്. ഇനി അതേപോലെ റിലീജിയസ് നമ്മുടെ കസ്റ്റം, റിലീജിയസ് കസ്റ്റം, അതായത് നമ്മള് മതപരമായിട്ട് അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾക്ക് പറയുന്ന വൺ വേർഡ് ആണ് റിച്വൽ എന്നാണ് പറയുന്നത്. മതപരമായത് പാഠപുസ്തകത്തിലുള്ള വാക്കുകൂടിയാണ്. റിച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റിലീജിയൻ മതവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് മതാചാരങ്ങൾക്ക് പറയുന്ന പേരാണ് റിച്വൽ എന്നാണ് പറയുന്നത്. മതാചാരങ്ങൾക്ക് പറയുന്ന പേരാണ് റിച്വൽ എന്നാണ് പറയുന്നത്. റിച്വൽ എന്നാണ് പറയുന്നത്. അതേപോലെ അടുത്ത് വരുന്നത് കലിഗ്രാഫി. കലിഗ്രാഫി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാൻഡ് റൈറ്റിംഗിന് പറയുന്നത് ആർട്ട് ഓഫ് ഹാൻഡ് റൈറ്റിംഗ്. ആർട്ട് ഓഫ് ഹാൻഡ് റൈറ്റിംഗിന് പറയുന്ന പേരാണ് കലിഗ്രാഫി എന്നാണ് പറയുന്നത്. കലിഗ്രാഫി മീൻസ് ആർട്ട് ഓഫ് ഹാൻഡ് റൈറ്റിംഗ്. സെലിബസി. സെലിബസി എന്നാൽ സ്റ്റേറ്റ് ഓഫ് അൺമാരീഡ് ലൈഫിന് പറയുന്ന പേരാണ് സെലിബസി. എന്നാൽ മാട്രിമോണി എന്ന് പറഞ്ഞാലോ റിലേറ്റഡ് ടു മാരേജിന് പറയുന്ന വൺ വേർഡ് ആണ് മാട്രിമോണി എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർമ്മയിലിരിക്കുക. വൺ വേർഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഓക്കെ, രണ്ടാമതൊരു ചോദ്യം: പിക്ക് ഔട്ട് ദ ഇൻകറക്റ്റ്ലി റിട്ടൺ കോമ്പൗണ്ട് വേർഡ്. തെറ്റായിട്ട് എഴുതിയിരിക്കുന്ന കോമ്പൗണ്ട് വേർഡ് ആണ്. അപ്പൊ എന്താണ് ഈ കോമ്പൗണ്ട് വേർഡ്? കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് ഇസ് നോൺ ആസ് കോമ്പൗണ്ട് വേർഡ്. അല്ലെ, വാക്കുകളുടെ വ്യത്യസ്തമായ അല്ലെങ്കിൽ വ്യത്യസ്ത അർത്ഥം തരുന്ന വാക്കുകൾ ചേർത്ത് മറ്റൊരു അർത്ഥം തരുന്ന വാക്കുണ്ടാക്കിയാൽ അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട്. നമുക്ക് മൂന്ന് തരം കോമ്പൗണ്ട് വേർഡ് ആണ്. ഒന്ന് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്, രണ്ടാമത്തത് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്, മൂന്നാമത്തത് ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾക്കിടയിൽ സ്പേസ് ഇട്ട് എഴുതും. ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ വാക്കുകൾ ചേർത്ത് എഴുതും.
ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾക്കിടയിൽ ഹൈഫൺ വേണം. ഇവിടെ എഴുതിയിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ള കോമ്പൗണ്ട് വേർഡ് ഏത്? നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷൻ ആണ്. ഫുട്ബോൾ ആണ് ഉത്തരമായിട്ട് വരുന്നത്, സി ഓപ്ഷൻ. കാരണം ഫുട്ബോൾ എഴുതുമ്പോഴത്തേക്കും ചേർത്താണ് എഴുതേണ്ടത്, സ്പേസ് ഇല്ല, ചേർത്താണ്. അതൊരു ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ് ആണ്. ഓക്കെ, അപ്പൊ 3 ടൈപ്പ് കോമ്പൗണ്ട് വേർഡ്: ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്, ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്, ഹൈഫണേറ്റഡ് കോമ്പൗണ്ട്. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാക്കുകൾക്കിടയിൽ സ്പേസ് വരുന്നു. ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ് വാക്കുകൾ ചേർത്ത് എഴുതുന്നു. ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ് വാക്കുകൾക്കിടയിൽ ഹൈഫൺ വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ചോദ്യം: ഐഡന്റിഫൈ ദ പെയർ ഓഫ് വേർഡ്സ് which can be used as a singular and plural. കാറ്റഗറിയുമായി ബന്ധപ്പെട്ട ചോദ്യം, സിംഗുലാർ പ്ലൂറൽ കാറ്റഗറി. ഇപ്പൊ സിംഗുലാർ ആയും പ്ലൂറൽ ആയും ഉപയോഗിക്കുന്ന വാക്ക് ഏതെന്നാണ്. ഡീറ്റെയിൽ ഇൻഫോർമേഷൻ ഉണ്ട്, എക്യുപ്മെന്റ് ടൂൾ ഓപ്ഷനിലുണ്ട്, ഷേപ്പ് എയർക്രാഫ്റ്റ് ഓപ്ഷനിലുണ്ട്, ബാഗ് ബാഗേജ് ഓപ്ഷൻ. ഏതാ? സിംഗുലാറും പ്ലൂറലും സെയിം ആയിട്ട് വരുന്ന സി ഓപ്ഷൻ ആണ്. ഷീപ്പ്, എയർക്രാഫ്റ്റ്. ഡീറ്റെയിൽസ് എന്ന് പറയും, അത് പ്ലൂറലിന് എസ് ഇട്ടാണ് പറയുന്നത്. ഇൻഫർമേഷൻ എസ്സിൽ പറയാറില്ല. എക്യുപ്മെന്റ്സ് പറയാറുണ്ട്, എസ്സിൽ അവസാനിക്കുന്നു. വ്യത്യസ്തമാണ്. അപ്പൊ സിംഗുലാറും പ്ലൂറലും സെയിം വരുന്നത് ഷീപ്പ്, എയർക്രാഫ്റ്റ്, അതേപോലെ ഡിയർ, അതുപോലെ സാൽമൺ, സ്റ്റേഷൻ, അതുപോലെ വരുന്ന സാൽമൺ. ഡൈസ് സിംഗുലാറും പ്ലൂറലും സെയിം ആണ്, ഡൈസ്. ഫിഷ് സിംഗുലാറും പ്ലൂറലും സെയിം ആണ്, ഫിഷസ് എന്നും പറയാൻ തെറ്റില്ല. ഫിഷ് സിംഗുലാറും പ്ലൂറലും സെയിം ആയിട്ട് വരുന്നു. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള സീനറി സിംഗുലാറും പ്ലൂറലും സെയിം ആയിട്ട് വരുന്ന വാക്കാണ് സീനറി. ക്യാറ്റിൽ സിംഗുലാറും പ്ലൂറലും സെയിം ആയിട്ട് വരുന്ന വാക്കാണ്. അപ്പൊ ഇതെല്ലാം സിംഗുലാറും പ്ലൂറലും സെയിം ആണ്. എന്നാൽ സിംഗുലാറും പ്ലൂറലിൽ 2-3 കാര്യങ്ങളും കൂടെ പഠിച്ചു വയ്ക്കുകയാണ്. യുഎമ്മിൽ അവസാനിക്കുന്ന ഒരു വാക്ക് തന്നാൽ അതിന്റെ പ്ലൂറൽ UMAT എഴുതുക. യുഎമ്മിൽ അവസാനിക്കുന്ന വാക്കാണെങ്കിൽ UMAT എഴുതുക. ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയ. സാനിറ്റോറിയം, സാനിറ്റോറിയ. സിംബോസിയം, സിംബോസിയ. അങ്ങനെ നമുക്ക് കുറെ വാക്കുകൾ. ഇനി അതേപോലെ രണ്ടാമത്തത് US അവസാനിക്കുന്ന വാക്കാണെങ്കിൽ US മാറ്റിയിട്ട് I ഇടുക. US മാറ്റിയിട്ട് I ഇടുക. US അവസാനിക്കുന്ന വാക്കാണെങ്കിൽ US മാറ്റിയിട്ട് I ഇടുക. റേഡിയസ്, റേഡിയേ. സ്റ്റിമുലസ്, സ്റ്റിമുലൈ. ഇങ്ങനെ നമുക്ക് കുറെ വാക്കുകൾ. അപ്പൊ ബേസ് ഐഡിയാസ് ഒന്നും ഓർമ്മയിലിരിക്കുക. അതുപോലെ IS അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ ES ആക്കി കൊടുക്കുക. IS അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ ES ആക്കുക. ആക്സിസ്, ആക്സസ്. ബേസിസ്, ബേസിസ്. അങ്ങനെ നമുക്ക് കുറെ വാക്കുകൾ. അതുപോലെ F അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ VES ആക്കി. F അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ VES ആക്കുക. വൈഫ്, വൈഫ്സ്. തീഫ്, തീഫ്സ്. ഷെൽഫ്, ഷെൽഫ്സ്. അങ്ങനെ നമുക്ക് കുറെ വാക്കുകൾ. അതുപോലെ ഹൈഫണുള്ള വാക്കുകളാണെങ്കിൽ ആദ്യ വാക്കിനോടൊപ്പം S ചേർത്ത്. ഹൈഫണുള്ള വാക്കുകളാണെങ്കിൽ ആദ്യ വാക്കിനോടൊപ്പം S ചേർത്തിട്ട്. ഫാദർ ഇൻലോ, ഫാദേഴ്സ് ഇൻലോ. മദർ ഇൻലോ, മദേഴ്സ് ഇൻലോ. സൺ ഇൻലോ, സൺസ് ഇൻലോ. ബ്രദർ ഇൻലോ, ബ്രദേഴ്സ് ഇൻലോ. അതുപോലെ എയിൽ അവസാനിക്കുന്ന വാക്കാണെങ്കിൽ AER. എയിൽ അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ AER. ലാർവ, ലാർവൈ. അങ്ങനെ നമുക്ക് പറയാം. ഇത്തരത്തിലുള്ള സിംഗുലാർ പ്ലൂറൽ ഒന്ന് നോക്കി. അടുത്ത ചോദ്യം നോക്കിയേ. വാട്ട് ഡസ് ദിസ് ഫ്രൈസൽ വെർബ് മീൻസ്? ഹോൾഡ് അപ്പ് എന്നതിന്റെ അർത്ഥം എന്താണ് ചോദിച്ചിരിക്കുന്നത്. ടു റൈസ് ഓപ്ഷനിലുണ്ട്, ടു ഗ്രിപ്പ് ഉണ്ട്, ടു ക്യാൻസൽ ഉണ്ട്, ടു ഡിലേ. ഹോൾഡ് ചെയ്ത് വെക്കുക. ഹോൾഡ് അപ്പ് മീൻസ് ടു ഡിലേ. ഏതാ? ഡി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട്. ഹോൾഡ് അപ്പ് മീൻസ് ടു ഡിലേ എന്നാണ്. ഹോൾഡ് അപ്പ് ടു ഡിലേ എന്നാണ്. അപ്പൊ ഫ്രൈസൽ വെർബ് ഒക്കെ ഒന്ന് നോക്കി വെക്കാം. കോൾ അറ്റ് എന്ന് പറഞ്ഞ എന്തോ? കോൾ അറ്റ്. വിസിറ്റ് എ പ്ലേസ് എന്ന്. കോൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ എന്ന്. ഗെറ്റ് എബൌട്ട് എന്ന് പറഞ്ഞാൽ ട്രാവൽ എന്ന്. ഗെറ്റ് എബൌട്ട് ട്രാവൽ എന്ന്. എന്നാൽ ഗെറ്റ് എക്രോസ് എന്ന് പറഞ്ഞാലോ? ഗെറ്റ് എക്രോസ് കമ്മ്യൂണിക്കേറ്റ് എന്ന്. ഗെറ്റ് എക്രോസ് കമ്മ്യൂണിക്കേറ്റ് എന്ന്. ഓക്കെ, ഇനി പോലെ ഗെറ്റ് അപ്പ് അസെൻഡ് അല്ലെങ്കിൽ റൈസ് എന്ന്. ഗെറ്റ് ഡൗൺ ഡിസെൻഡ് എന്ന്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ എന്ന്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, ഞാൻ കോമൺ ആയിട്ട് ചോദിക്കുന്നത് മാത്രമേ പറഞ്ഞു. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്വിഷ് എന്നാണ്. പുട്ട് ഓഫ് ചെയ്യുക പോസ്റ്റ്പോൺ, പുട്ട് ഔട്ട് എക്സ്റ്റിങ്വിഷ്. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ് എന്ന്. കം എബൌട്ട് എന്ന് പറഞ്ഞാൽ ഹാപ്പൻ ആണ്. കം എക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? കം എക്രോസ് മീറ്റ് ബൈ ചാൻസ് എന്ന്. കം എക്രോസ് മീറ്റ് ബൈ ചാൻസ് എന്ന്.
ഗോ എബൌട്ട് എന്ന് പറഞ്ഞാൽ ട്രാവൽ എന്നാണ്. ഗോ എബൌട്ട് മീൻസ് ട്രാവൽ എന്നാണ്. ഗോ എബൌട്ട് ട്രാവൽ. ഓക്കെ, അല്ലെങ്കിൽ ഗോ എബൌട്ട് ട്രാവൽ ചെയ്യുക. ഗോ എബൌട്ട് ട്രാവൽ, അല്ലെങ്കിൽ ടു സീക്ക് എന്ന് പറയാം. ട്രാവൽ അല്ലെങ്കിൽ സീക്ക്, അന്വേഷിക്കുക. ഓക്കെ, അതേപോലെ ഗോ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഫോളോ എന്നാണ്. ഗോ ആഫ്റ്റർ ഫോളോ. ഗോ ആഫ്റ്റർ മീൻസ് ഫോളോ. ഗോ ആഫ്റ്റർ ഫോളോ ചെയ്യുക. ഹാങ് ഔട്ട്. ഹാങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഹാങ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഔട്ട് ഡിസ്റ്റർബ് സംതിങ്, സംബഡി അല്ലെങ്കിൽ സംതിങ്. ഹാൻഡ് ഔട്ട് മീൻസ് ഡിസ്റ്റർബ് സംബഡി അല്ലെങ്കിൽ സംതിങ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഫ്രൈസൽ വെർബെല്ലാം ഒന്ന് വായിച്ചിട്ട് അടുത്ത ചോദ്യം നോക്കിയേ. ഇഡിയം എ സ്ക്വയർ പെഗ് ഇൻ എ റൗണ്ട് ഹോൾ മീൻസ് ദാറ്റ്. നമുക്ക് ഒരു ഇഡിയം കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചിരുന്നു. അപ്പൊ എ സ്ക്വയർ പെഗ് ഇൻ എ റൗണ്ട് ഹോൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. നോക്കിയേ, സ്ക്വയർ ആയിട്ടുള്ള ഒരു കാര്യം റൗണ്ട് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഫിറ്റ് ആയിട്ടിരിക്കും കൂട്ടുക? ഇല്ല. അത് തന്നെയാണ് അതിന്റെ മീനിങ് വരുന്നത്. ടു ബി അൺഫിറ്റ് ഫോർ ദ പോസ്റ്റ് ഓർ എ പൊസിഷൻ. ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. ടു ബി അൺഫിറ്റ് ഫോർ എ പോസ്റ്റ് ഓർ എ പൊസിഷൻ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള നമ്മുടെ ഇഡിയംസ് ഒക്കെ ഒന്ന് നോക്കി വെക്കാം. നമുക്ക് ധാരാളം ഇഡിയംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഓഫ് ആൻഡ് ഓൺ എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ്ലി എന്നാണ്. ഓഫ് ആൻഡ് ഓൺ ഫ്രീക്വന്റ്ലി എന്ന്. എന്നാൽ ഓഫ് ദ ഹൂക്ക് എന്ന് പറഞ്ഞാൽ ഫ്രീ ഫ്രം ഡേഞ്ചർ എന്നാണ്. ഓഫ് ദ ഹൂക്ക് ഫ്രീ ഫ്രം ഡേഞ്ചർ ആണ്. ഗെറ്റ് ദ ബെറ്റർ എന്ന് പറഞ്ഞാൽ ടു വിൻ എന്നാണ്. ഗെറ്റ് ദ ബെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ടു വിൻ എന്നാണ്. ഓക്കെ, ഇനി അതേപോലെ നമ്മുടെ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് ഇവന്റ്. ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് ഇവന്റ് എന്നൊക്കെ. അപ്പൊ നമ്മുടെ ഇഡിയംസ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കണം. അടുത്ത ചോദ്യം നോക്കിയേ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് വെർബൽ. ഉചിതമായിട്ടുള്ള വെർബ് ഉപയോഗിച്ച് എഴുതാനാണ്. മെനി എ ചൈൽഡ് ഡാഷ് എൻജോയ് ടു സിം ഉണ്ട്, എൻജോയ് സിമ്മിങ് ഉണ്ട്, എൻജോയ്സ് ടു സിം ഉണ്ട്, എൻജോയ്സ് സിമ്മിങ്. ഏതാ? നമ്മൾ പഠിച്ചതാണ്. റൂൾ ഏതാ? MPP. MPP എന്ന് പറഞ്ഞാൽ എന്താ? മെനി പ്ലസ് പ്ലൂറൽ സബ്ജക്ട് പ്ലസ് പ്ലൂറൽ. അടുത്ത റൂൾ ഏതാ? മാസ്. MASS. എന്താ റൂള്? മെനി എ പ്ലസ് സിംഗുലാർ സബ്ജക്ട് സിംഗുലാർ. അടുത്ത റൂള് മസ്റ്റ്. എന്താ? മച്ച് പ്ലസ് സിംഗുലാർ സബ്ജക്ട് സിംഗുലാർ. മച്ച് പ്ലസ് സിംഗുലാർ സബ്ജക്ട് സിംഗുലാർ. അപ്പൊ നോക്കിയേ, ഇവിടെ മെനി എ ആണ് കിടക്കുന്നത്. മെനി എ വന്നു കഴിഞ്ഞാൽ മെനി എ സിംഗുലാർ സബ്ജക്ട്, ചൈൽഡ് സിംഗുലാർ ആണ്. തുടർന്ന് വരുന്ന വെർബും സിംഗുലാർ. എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ സിംഗുലാർ ആണ്. ഇതും സിംഗുലാർ, ഇതും സിംഗുലാർ. ഈ രണ്ടെണ്ണം തെറ്റാണ്. ഇനി നോക്കിയേ, അവിടെ രണ്ടെണ്ണം വന്നു. ഇതിൽ ഏതാണ് ഉത്തരം? നമുക്ക് ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് എടുക്കാം. കാരണം ഇവിടെ പറഞ്ഞേ എൻജോയ് കഴിഞ്ഞാൽ ING ഉത്തരമായിട്ട് വരുന്നു. നമ്മൾ ജർണി പഠിച്ചതാണ്. എങ്ങനെ പഠിച്ചത്? E³ പ്ലസ് ING എന്ന് പഠിച്ചു. E³ പ്ലസ് ING എന്ന് പറഞ്ഞാൽ എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ്. എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ്. ഈ വാക്കുകൾ കഴിഞ്ഞാൽ ING ആണ് ഉത്തരമായിട്ട്. ആ ഒരു ചിന്തയിൽ നമുക്ക് എന്തെടുക്കാം? ഡി ഓപ്ഷനോട് ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം നോക്കിയേ. ഇറ്റ് ഈസ് ടൈം വി ഡാഷ് ദ വർക്ക്. സ്റ്റാർട്ട് ഉണ്ട്, ഹാഡ് സ്റ്റാർട്ടഡ് ഉണ്ട്, വിൽ സ്റ്റാർട്ട്. ഏതാ ഉത്തരം? സി ഓപ്ഷൻ ആണുള്ള സ്റ്റാർട്ടഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. എന്താ കാരണം സ്റ്റാർട്ടഡ് വരാനുള്ള കാരണം? ഇറ്റ് ഈസ് ടൈം, അതുപോലെ ഇറ്റ് ഈസ് ഹൈ ടൈം, അതുപോലെ ഇറ്റ് ഈസ് എബൌട്ട് ടൈം. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും തുടർന്ന് വരുന്ന ഉത്തരങ്ങൾ എപ്പോഴും എന്തായിരിക്കണം? തുടർന്ന് ഒരു സബ്ജക്റ്റ്. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് തുടർന്ന് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നാൽ ഉത്തരം B2. ഏതൊക്കെയാ വാക്കുകള്? ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് എ ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നാൽ ഉത്തരം B2. ഇവിടെ നോക്കിയേ, ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് വി എന്ന സബ്ജക്റ്റ് കിടക്കുന്നു. അത് ഉത്തരം B2 ഉത്തരമായിട്ട് വരുന്നു. സ്റ്റാർട്ടഡ് അവിടെ ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള സെന്റൻസ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഡിഗ്രി പ്രിലിംസിന് സർവ്വസാധാരണമായിട്ട് വരണതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ പഠിച്ചത് തന്നെയാണ്.
റൂളുകളുമായിട്ട് ബന്ധപ്പെട്ട് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. റൂളുകളൊക്കെ അറിയാവുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താനും പറ്റും. അപ്പൊ സെഡ് ദാറ്റ് വരുന്ന എല്ലാം റിപ്പോർട്ട് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ റിപ്പോർട്ട് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് തന്നിരിക്കുന്നത്. He said that his purse had been stolen. He said that his purse was stolen. He said that his purse is stolen. He said that somebody stolen his purse. ഏതാ ഉത്തരം? ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് സ്പീച്ച് ഏതാണെന്ന് വെച്ചാൽ എ ഓപ്ഷൻ. കാരണം ഹാസ് ഹാവ് വരുന്ന സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാഡ് ആക്കി കൊടുക്കും. ഹാഡ് ആക്കി കൊടുത്തു, ഹാഡ് ബീൻ. ഇനി നിങ്ങളപ്പോ ചിന്തിക്കും വാസ് വരില്ലേ? വാസ് ഈസ് വന്നു കഴിഞ്ഞാൽ അതിനെ പാസ്റ്റ് ആക്കി വാസ് ആക്കില്ലേ? പക്ഷെ ഈസ് ആമ് ആറ് വരുന്ന സെന്റൻസിൽ ഈസ് ആമ് ആറ് കഴിഞ്ഞാൽ ING വരണം. അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വാസ് ഓർ വേർ കഴിഞ്ഞിട്ട് എന്ത് വരണം? ING വരണം. ING അല്ല കിടക്കുന്നത്, അതുകൊണ്ടാണ് അത് എടുത്തത്. ഇനി ഹാസ് ഹാവ് ഹാഡ് കഴിഞ്ഞാൽ V3 ആണ്, ഹാഡ് കഴിഞ്ഞാൽ ബീൻ എന്ന് പറയുന്ന V3 ആണ്. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സെഡ് ദാറ്റ് വരുന്ന സെൻസിൽ ഒരിക്കലും ഈസ് വരില്ല. ഇനി നമുക്ക് ഇവിടെ ഓക്സിലറി ഇല്ല എന്തായാലും, അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏതാ? എ ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം നോക്കിയേ. പിക്ക് ഔട്ട് ദ കറക്റ്റ് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. താഴെ തന്നിരിക്കുന്നതില് ഉചിതമായിട്ടുള്ള ഇന്ററോഗേറ്റീവ് സെന്റൻസ് ഏതെന്നാണ് ചോദ്യം. ഡു യു നോ വേർ ഹി ഡസ് ലീവ്? Does he live on? Do you know where he liveth ഉണ്ട്? Do you know where he lives in ഉണ്ട്? Do you know where he lives ഉണ്ട്? ഏതാ? വളരെ എളുപ്പമുള്ള ചോദ്യം. ഡി ഓപ്ഷൻ ആണ് ഉത്തരം. Do you know where he lives എന്ന് മതി. at എന്ന പ്രിപ്പോസിഷൻ ചേർക്കണ്ട, lives എന്ന് മാത്രം ചോദിച്ചാൽ മതി. അതേപോലെ ഇന്നും ചേർക്കണ്ട. പിന്നെ ഇവിടെ ഡസ് ലീവ് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഡു ഡസ് ഡിഡ് ഒക്കെ ഒരു ചോദ്യത്തിൽ വന്നു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനാണ്. ഡസ് ഡിഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ്. ഡസിന്റെ ആവശ്യകത അവിടെ ഇല്ല. നോക്കിയേ, ഇവിടെ ഡി ഓപ്ഷൻ. Which of the sentence below is in good English? ശരിയായിട്ടുള്ള സെന്റൻസ് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷനിൽ ഒന്നാമത് I will meet you today night. You can meet me this afternoon. അതേപോലെ he met me today morning. I met her yesterday night. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള സെന്റൻസ്? അപ്പൊ നമുക്ക് ഏതാ ഓപ്ഷൻ വരുന്നത്? ബി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി, യു ക്യാൻ മീറ്റ് മീ ദിസ് ആഫ്റ്റർനൂൺ. ഇനി ഓരോന്നിനും തെറ്റെന്താ? ഈ ടുഡേ വരുന്ന സെന്റൻസിൽ വില്ല് വരില്ല. ടുഡേ വന്നു കഴിഞ്ഞാൽ ഈസ് ആറാണ് വരേണ്ടത്. ഇവിടെയും ടുഡേ വന്നു, വീട്ടു വരാൻ പാടില്ല. യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറയേണ്ട കാര്യമില്ല, യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? യെസ്റ്റർഡേ നൈറ്റ് എന്ന് പറയേണ്ട കാര്യമില്ല. അതാണ് അവിടുത്തെ തെറ്റ്. നമുക്ക് ഏതാ ഉത്തരം? ബി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട്. ഓപ്ഷൻ ബി നമുക്ക് ഉത്തരമായിട്ട്. ക്ലിയർ ആണോ? ബി ഓപ്ഷൻ ഉത്തരമായിട്ട്. അപ്പൊ നമ്മൾ നോക്കിയത് 10 ചോദ്യങ്ങളാണ്. അപ്പൊ ഇത്തരത്തില് ഗ്രാമർ ഭാഗങ്ങളെല്ലാം നന്നായിട്ട് വായിച്ചിട്ട് പോവുക. കാബുലറി സെക്ഷനിൽ പറഞ്ഞ കാര്യങ്ങളിലും കൂടുതൽ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചിട്ടൊക്കെ പോവുക. ഇതേപോലുള്ള ഓപ്ഷൻസിൽ ശരി തെറ്റ് കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് വരുന്നത്. ആ റൂളുകളൊന്ന് ഓർത്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ടോപ്പിക് ഒക്കെ നന്നായിട്ടൊന്ന് വായിച്ചിട്ടൊക്കെ പോവുക. ഓക്കെ, താങ്ക് യു. വരുന്ന പരീക്ഷയ്ക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇംഗ്ലീഷ് എഴുതാൻ കഴിയട്ടെ. ഓക്കെ, താങ്ക് യു.